ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 50-ാമത്തെ തിരുവചനം. ഇരിക്കാം, സ്വന്തമായിട്ടിരിക്കാം. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഹല്ലേലൂയ. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ആ കർത്താവിന്റെ തിരുസന്നിധിയിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മരിയൻ ദിനത്തിൽ പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സ്വർഗീയ മാധ്യസ്ഥവും അമ്മ വഴി ദൈവ കരുണയും ദൈവകൃപയും നമ്മിലേക്ക് പ്രത്യേകമായി ഒഴുകുന്ന ഈ സ്വർഗീയ ദിവസത്തിൽ, ഈ സുന്ദരമായ ദിവസത്തിൽ പ്രത്യേകമായിട്ടും പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലെ ഈ തിരുവചനം നമുക്ക് ധ്യാന വിഷയമായിട്ട് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മ തന്റെ ഹൃദയത്തിന്റെ അന്തരാഴങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങിയ ദൈവാരാധനയുടെയും ദൈവസ്തുതിപ്പിന്റെയും കീർത്തനത്തിലൂടെയും അമ്മ പറയുകയാണ്, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. തലമുറകൾ തോറും കരുണ വർഷിക്കുന്ന തമ്പുരാന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈ സ്തോത്രഗീതത്തിലൂടെ ആലപിക്കുക, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചും ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചും ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവകരുണയുടെ അപ്പോസ്തലയായ വിശുദ്ധ മരിയ ഫൗസ്റ്റീന കൊവാൾസ്ക തന്റെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, നിർമ്മലമായ സ്ഫടികത്തിലൂടെ എന്ന പോലെ ഈ അമ്മയിലൂടെ, ഈ പരിശുദ്ധ അമ്മയിലൂടെ കരുണ, ദൈവത്തിന്റെ അത്യഗാധമായ കരുണ നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഒരു സ്ഫടികം എങ്ങനെയാണോ സൂര്യന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നത്, ഒരു സ്ഫടികം എങ്ങനെയാണോ ആ സൂര്യന്റെ പ്രകാശം തന്നിൽ നിറഞ്ഞിട്ട് അത് വെട്ടിത്തിളങ്ങുന്നത്, അതുപോലെ ദൈവത്തോടൊന്നായിരിക്കുന്ന ദൈവമാതാവായിരിക്കുന്ന ഈ അമ്മയിലൂടെ ദൈവകരുണ നമ്മിലേക്ക് ഒഴുകും. വീണ്ടും വിശുദ്ധ പറയുകയാണ്, ദൈവകൃപയുടെ നീർച്ചാലുകൾ ഈ അമ്മയിലൂടെ നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ദൈവകൃപയുടെ നീർച്ചാലുകൾ ഈ അമ്മയിലൂടെ നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ കരുണയുടെ, ദൈവത്തിന്റെ കരുണയുടെ വിതരണക്കാരി എന്നാണ് വിശുദ്ധ അൽഫോൻസ് മരിയ ലിഗോരി പറയുന്നത്. ദൈവത്തിന്റെ കരുണയുടെ വിതരണക്കാരി. ഇന്ന് ഈ കർത്താവിന്റെ തിരുസന്നിധിയിൽ ബലിപീഠത്തോട് ചേർന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ കരുണ വാങ്ങിത്തരുവാൻ, കൃപ വാങ്ങിത്തരുവാൻ, കൃപ നിറഞ്ഞ കരുണ, ദൈവത്തിന്റെ കരുണയാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. ഹല്ലേലൂയ. കാരണം അവൾ ത്രിലോക രാജ്ഞിയാണ്. അവൾ ത്രിലോക രാജ്ഞിയാണ്. ഒരു രാജ്ഞിയുടെ മുന്നിൽ നമ്മളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ എത്രയോ രാജ്ഞിമാരുണ്ടായിരുന്നു. ചരിത്രത്തിൽ എത്രയോ സമ്പന്നരായ സ്ത്രീകൾ ഉണ്ടായിരുന്നു.
ചരിത്രത്തിൽ ഉന്നതമായ പദവികൾ അലങ്കരിച്ച, ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ച എത്രയോ സ്ത്രീകൾ ഉണ്ടായിരുന്നു. എന്നാൽ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഒരുവൾ മാത്രമേ ഉള്ളൂ സകല തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നവൾ. അവളുടെ പേരാണ് പരിശുദ്ധ കന്യകാമറിയം. ഹല്ലേലൂയ. ഈ രാജ്ഞിക്ക് സകല മഹത്വവും സ്വർഗം നൽകിയിരിക്കുന്ന രാജ്ഞിയാണ്. സകല മഹത്വവും സ്വർഗം നൽകിയിരിക്കുന്ന രാജ്ഞിയാണ്. ഈ രാജ്ഞിക്ക് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഇടപെടാനായിട്ട് സാധിക്കും. ഈ രാജ്ഞിക്ക് സ്വർഗീയ സഹായം നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മള് പരിശുദ്ധ രാജ്ഞി കരുണയുള്ള ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ രാജ്ഞി കരുണയുള്ള മാതാവേ സ്വസ്തി. ഈ രാജ്ഞി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്ന എത്രമാത്രം വലിയ പ്രതിസന്ധിയാണെങ്കിലും, എത്രമാത്രം വലിയ വേദനയിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നതെങ്കിലും ഉപേക്ഷിക്കാത്ത ഒരമ്മയാണ്. നമ്മളെ തള്ളിക്കളയാത്ത അമ്മയാണ്. കാനായിലെ കല്യാണ വീട്ടിൽ ആ കുടുംബത്തിന്റെ പ്രതിസന്ധിയിൽ ഇടപെട്ട പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ആ പ്രതിസന്ധിയിൽ സ്വർഗീയ സഹായം, തന്റെ പുത്രന്റെ കരുണ വാങ്ങി തരുവാൻ, തന്റെ പുത്രന്റെ സഹായം എത്തിച്ചു തരുവാൻ ഈ അമ്മയ്ക്ക് സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മള് വിശ്വസിക്കണം, പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാണ്, പരിശുദ്ധ അമ്മ എൻ്റെ രാജ്ഞിയാണ്, പരിശുദ്ധ അമ്മ സ്വർഗീയ രാജ്ഞിയാണ്. ഈ അമ്മയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയെ പരിഹരിച്ചു തരുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഈ വിശ്വാസമുള്ളവരുടെ ജീവിതത്തിൽ ഇന്ന് വലിയ അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ സ്തോത്രഗീതത്തില് പരിശുദ്ധ അമ്മ ആദ്യം തന്നെ പ്രകീർത്തിക്കുന്നത്, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവാരാധനയുടെ ജീവിതമാണെങ്കിൽ അവിടെ ആനന്ദം നിറഞ്ഞു നിൽക്കും, ദൈവിക ആനന്ദം. പരിശുദ്ധ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിനുള്ള ഒരു ആരാധനയായി തന്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട്, തന്റെ ശരീരം സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ തിരുമുമ്പിൽ ഒരു വിനീത ദാസിയായി ജീവിച്ചു. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പരിശുദ്ധ അമ്മയുടെ കുഞ്ഞാണ്, പരിശുദ്ധ അമ്മയുടെ മക്കളാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മക്കളാണെങ്കിൽ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന ദൈവീക പുണ്യങ്ങളാൽ പ്രശോഭിതരാകുവാനായിട്ട് നമുക്ക് കഴിയണം. അതിനാണ് ഈ അമ്മയുടെ സഹായം നമ്മൾ തേടേണ്ടത്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അമ്മയോട് ചോദിക്കാറുണ്ട്, ഒത്തിരി അപേക്ഷകൾ അമ്മയുടെ തിരുമുമ്പിൽ വെക്കാറുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ, പരിശുദ്ധ അമ്മേ, അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന പുണ്യങ്ങളാൽ എന്നെ അലങ്കരിക്കണമേ. അമ്മ ദൈവത്തെ ആരാധിച്ചതുപോലെ ആരാധനയുടെ ഒരു ജീവിതം എനിക്ക് തരണമേ. അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം എനിക്ക് തരണമേ. ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയില് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധ അമ്മ ജീവിച്ചതുപോലെ ജീവിക്കുവാൻ, പരിശുദ്ധ അമ്മ തന്നെ ദൈവത്തിന് സമർപ്പിച്ചതുകൊണ്ട് പോലെ ജീവിക്കുവാനായിട്ട്, അതിനായുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. ദൈവകരുണയുടെ അപ്പോസ്തലയായ വിശുദ്ധ മരിയ ഫൗസ്റ്റീന, ദൈവകരുണയുടെ അപ്പോസ്തലയും പ്രവാചകയുമായ ഈശോ ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ അനന്തമായ കരുണ സർവ്വലോകത്തെയും അറിയിക്കുവാൻ തെരഞ്ഞെടുത്ത വിശുദ്ധ മരിയ ഫൗസ്റ്റീന പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ പ്രതിഷ്ഠിച്ചു. തന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ചു. പരിശുദ്ധ അമ്മയെ കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീന എഴുതി വച്ചിരിക്കുന്നത്, ഓ പരിശുദ്ധ മറിയമേ, അങ്ങാണെന്റെ ഗുരുനാഥ, ദൈവത്തിനായി എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ പഠിപ്പിക്കുന്നത് എന്റെ പരിശുദ്ധ അമ്മയാണ്. ഹല്ലേലൂയ. ദൈവത്തിനായി എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ പഠിപ്പിക്കുന്നത് എന്റെ പരിശുദ്ധ അമ്മയാണ്. വിശുദ്ധ ഫൗസ്റ്റീന എഴുതി വച്ചിരിക്കുക. അതുകൊണ്ട് യഥാർത്ഥമായ ക്രൈസ്തവ ചൈതന്യത്തിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ, യഥാർത്ഥമായ സമർപ്പണത്തിൽ ജീവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാം. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടയ്ക്കുക. എല്ലാവരും കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധ ദൈവമാതാവിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുക. പരിശുദ്ധ അമ്മ ഇവിടെയുണ്ട്. പരിശുദ്ധ അമ്മ സത്യമായി ഇവിടെ സന്നിഹിതയാണ്. അമ്മ ഇവിടെ ഇറങ്ങി നടക്കുന്നുണ്ട്. അമ്മയുടെ സ്വർഗീയ സാന്നിധ്യം പലർക്കും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അമ്മയുടെ സ്വർഗീയ സുഗന്ധം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകമായ വിധത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവവേദ്യമാകണം. ഇന്ന് പ്രത്യേകമായ വിധത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വരം എനിക്ക് കേൾക്കണം. ഇന്ന് പ്രത്യേകമായ വിധത്തിൽ പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിക്കണം. ഇന്ന് പ്രത്യേകമായ വിധത്തിൽ സ്വർഗത്തിന്റെ ഒരു അടയാളം പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിക്കണം. തീവ്രമായ ആഗ്രഹമുള്ള ജീവിതങ്ങളിൽ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യാനുഭവം ഉണ്ടാകും. അതുകൊണ്ട് ഈ നിമിഷം സ്വർഗീയ സാന്നിധ്യത്തിന്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ ഈ നിമിഷം അനുഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ഗബ്രിയേൽ മാലാഖയിൽ നിന്നും പിതാവായ ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് തന്നെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ തിരുവിഷ്ടത്തിന്, ദൈവത്തിന്റെ തിരുമനസ്സിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മ. ഈ അമ്മ തുടർന്ന് എലീശാമ്മയുടെ ഭവനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. പരിശുദ്ധ അമ്മയുടെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എലിസബത്ത് ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാണ്. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് ഇവിടെ നിന്ന്. നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശുവന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. അത് കഴിഞ്ഞ് എലീശാമ്മ പറയുന്ന വചനം ഇതാണ്: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നേറ്റു പറയാം, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവത്തിന്റെ തിരുവചനം കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന വിശ്വാസം.
അങ്ങനെ വിശ്വസിക്കുന്നവർ ഭാഗ്യവതിയാണ്, ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവവചനത്തിൽ വിശ്വാസം ഉണ്ടോ? ദൈവവചനം നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറ്റുവോ? ദൈവവചനത്തിന് അത്ഭുതം ചെയ്യാൻ സാധിക്കുമോ? ഇല്ലായ്മയിൽ സൃഷ്ടി ചെയ്യാൻ ദൈവവചനത്തിന് സാധിക്കുമോ? വചനം എന്താ? ദൈവവചനം എന്ന് പറഞ്ഞാൽ വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമാണ്. വചനം ഈശോ മിശിഹായാണ്. വചനത്തെ സ്നേഹിക്കുന്നവർ ഈശോയെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. വചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന, കർത്താവിന്റെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുമെന്ന് നീ ഇന്ന് തമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറയുന്നെങ്കിൽ ഭാഗ്യം നിറഞ്ഞവരായിട്ട് നമ്മൾ രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ശക്തി നമ്മൾ നിറയണം. എന്തുകൊണ്ടാണ് നമ്മൾ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അസ്വസ്ഥമാകുന്നത്? ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തളർന്നു പോകുന്നത് എന്തുകൊണ്ടാ? വീണു പോകുന്നത് എന്തുകൊണ്ടാ? പാപത്തിൽ വീണു പോകുന്നത് എന്തുകൊണ്ടാ? വീണ്ടും പാപത്തിൽ വീണു പോകുന്നു, നിലനിൽപ്പില്ല. എന്തുകൊണ്ടാ? ഭയം ഗ്രസിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാ? ദൈവവചനത്തിന്റെ അനന്തമായ ശക്തിയിലുള്ള വിശ്വാസത്തിന്റെ കുറവ് കൊണ്ട്, ദൈവവചനത്തിലുള്ള ആഴമായ ബന്ധമില്ലാത്തത് കൊണ്ട്, ബാക്കിയെല്ലാം നമുക്കുണ്ട്, കർത്താവിന്റെ വചനം നമ്മുടെ ഉള്ളിലില്ല. ഞാൻ പറഞ്ഞത് സത്യമാണോ? വചനത്തിന്റെ അപരിമ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം, തേനിനേക്കാൾ മധുരമുള്ള ദൈവത്തിന്റെ വചനം. ഈ വചനം ഭക്ഷിക്കുന്നവർക്ക് ഒരു പ്രതിസന്ധി വന്നാലും വീണു പോവുകയില്ല. ഈ വചനത്തിൽ, ഈ തിരുവചനത്തിൽ വിശ്വാസമർപ്പിക്കുന്നവർ ഒരു വിശുദ്ധമായ ജീവിതം നയിക്കും. അതുകൊണ്ട് ദൈവവചനം അനുസരിക്കാതിരുന്നതും, ദൈവവചനത്തിൽ വിശ്വാസം കുറവുണ്ടായതും, ദൈവവചനത്തോട് വിശ്വസ്തതയില്ലാതെ, അതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ദൈവവചനം ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം ദൈവ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും. വചനത്തിന്റെ അഭിഷേകം ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നിറയണം. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ആഫ്രിക്കയിലെ റുവാണ്ട എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ കിബഹോയില് അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ തന്നെ വെളിപ്പെടുത്തിയത്, ഞാൻ ദൈവവചനത്തിന്റെ മാതാവാണ്. ദൈവവചനത്തിന്റെ മാതാവാണ്. ഈ ദൈവവചനമായ യേശു ക്രിസ്തുവിന്റെ മാതാവാണ് പരിശുദ്ധ അമ്മ. ലോകത്തനേകം സ്ഥലങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്ന ഇടങ്ങളിലെല്ലാം അമ്മ തന്നെ വെളിപ്പെടുത്താറുണ്ട് ഓരോ വിശേഷണങ്ങളാലും. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ എന്താ തന്നെ വെളിപ്പെടുത്തിയത്? ഫാത്തിമയിൽ 3 ഇടയ കുട്ടികൾക്കാണല്ലോ പ്രത്യക്ഷപ്പെട്ട, അല്ലേ? ഈ മാസത്തിന്റെ പ്രത്യേകത എന്താ? ഒക്ടോബർ മാസത്തിന്റെ പ്രത്യേകത എന്താ? കൊന്തമാസം, ജപമാല മാസമാണ്. ഫാത്തിമയിൽ 1917 മുതൽ ആ കാലഘട്ടത്തില് മെയ് മാസം 13-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 13-ാം തീയതി വരെ തുടർച്ചയായിട്ട് പരിശുദ്ധമ്മ എല്ലാ മാസവും പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ തന്നെ വെളിപ്പെടുത്തിയത്, ഞാൻ ജപമാലയുടെ
രാജ്ഞിയാണ്. ജപമാലയുടെ രാജ്ഞിയാണ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി എൻ്റെ മക്കളെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവിൻ. ഫാത്തിമയിലെ പരിശുദ്ധ അമ്മ ആഹ്വാനം, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലി. ജപമാല ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ ധ്യാനാത്മക പ്രാർത്ഥനയാണ് ജപമാല. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ഈശോയുടെ രക്ഷാകര സംഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവിനെന്ന് ഫാത്തിമയില്. അതോടൊപ്പം തന്നെ നരക ദർശനവും ഇടയ കുട്ടികൾക്ക് അമ്മ കാണിച്ചു കൊടുത്ത നരകത്തിന്റെ ഭയാനകത, നരകത്തിന്റെ ഭയാനകത, ഭീകരത എത്രമാത്രമാണെന്ന് പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാസം പ്രത്യേകമായിട്ട് ജപമാല ചൊല്ലി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുന്ന സമർപ്പിക്കുന്ന പ്രത്യേക മാസമാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ തിരുഹിതത്തിന്, തിരുവചനത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ഒരു വിനീത ദാസിയെ പോലെ ജീവിച്ചുകൊണ്ട് നമ്മോട് ആവശ്യപ്പെടുന്നത്, ദൈവ തിരുഹിതത്തിന് നിന്നെ തന്നെ പ്രതിഷ്ഠിക്കുക, ദൈവ തിരുമനസ്സിന് നിന്നെ തന്നെ പ്രതിഷ്ഠിക്കുക. വിശുദ്ധ ഫൗസ്റ്റീൻ, ദൈവകരുണയുടെ അപ്പോസ്തലയായ വിശുദ്ധ ഫൗസ്റ്റീനായോടും പരിശുദ്ധമത് പ്രത്യേകമായ വിധത്തില് ആവശ്യപ്പെടുന്നത്, എൻ്റെ കുഞ്ഞെ നിന്നെ തന്നെ ദൈവ തിരുഹിതത്തിന് എല്ലാറ്റിനും മുകളിലായി ദൈവ തിരുമനസ്സിനെ നിന്നെ പ്രതിഷ്ഠിക്കുക. അതാ എനിക്ക് പ്രീതിജനകമായിരിക്കുന്നത്. എലീശാമ്മയുടെ ഭവനത്തിലേക്ക് ഈ പരിശുദ്ധ അമ്മ കടന്നു വന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ കുതിച്ചു ചാട്ടം, ആ ഒരു ആത്മീയ അഭിഷേകത്തിലേക്ക് എലീശ പുണ്യവതിയും സ്നാപക യോഹന്നാനെയും ഉയർത്തി. അതുകൊണ്ട് ഇന്നിവിടെ ആയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ആത്മീയ കുതിച്ചു ചാട്ടം ആഗ്രഹിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം ആഗ്രഹിക്കുന്നുവെങ്കിൽ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യവും മാധ്യസ്ഥവും സന്ദർശനവും അതിന് സഹായിക്കും. നമുക്കറിയാം, അപ്പോസ്തലന്മാര് തളർന്ന്, ഈശോയുടെ മരണത്തിന് ശേഷം തളർന്ന് ഭയചകിതരായിട്ട് മുറിക്കുള്ളിലായിരുന്ന അവരെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മ ഒരുമിച്ച് കൂട്ടി സെഹിയോൻ ശാലയില് ആ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അവരെല്ലാവരും ഏകമനസ്സായി യേശുവിന്റെ അമ്മയോടുകൂടി പ്രാർത്ഥനയിലായിരുന്നുവെന്ന് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് കൂട്ടായ്മയായിട്ട് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പെന്തക്കോസ്ത അഭിഷേകം അവർക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവർ, ദ്വിതീയ പെന്തക്കോസ്തായുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു കുതിച്ചുചാട്ടത്തിന്റെ, ഒരു ആത്മീയ കുതിച്ചുചാട്ടത്തിന്റെ ഒരു അഭിഷേകം നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു നിമിഷം കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവായ ദൈവത്താൽ നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറയുവാൻ, ദൈവിക ജ്ഞാനത്താൽ ഞങ്ങൾ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ പ്രത്യേകമായിട്ടുള്ള ആത്മാവിന്റെ അഭിഷേകം യെശയ്യാ 61:1 വാഗ്ദാനം ചെയ്യുന്ന ആ അഭിഷേകത്താൽ നമ്മൾ നിറയുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും ഇപ്പോൾ മാറുവാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ മഹത്വം. ഈ ദൈവകരുണയുടെ അപ്പോസ്തലയായ വിശുദ്ധ മരിയ ഫൗസ്റ്റീനായ്ക്ക് കർത്താവിന്റെ വെളിപ്പെടുത്തലുകൾ, സ്വർഗീയമായ വെളിപ്പെടുത്തലുകൾ, ഈശോയുടെ പ്രത്യക്ഷം ഇടപെടലും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടത്തില്, ആദ്യ കാലഘട്ടത്തിൽ, ആ സമയത്ത് ഈ വിശുദ്ധയോട്, ഈ സിസ്റ്ററിനോട്, സാധാരണക്കാരിയാണ്, സിസ്റ്റർ ആയിട്ടില്ല, ഈ കർത്താവിന്റെ സ്വർഗീയ ദർശനങ്ങൾ ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്ന കാലഘട്ടമാണ്. അന്നേരം ഈ സഹോദരിയോട് ഈശോ പറയുകയാണ്, നീ ഉടൻ തന്നെ വീട് വിട്ടു പോവുക.
നീ ഉടൻ തന്നെ വീട് വിട്ടു പോവുക. നീ അവിടെ ചെന്ന് നീ എത്തിച്ചെല്ലേണ്ട സ്ഥലത്ത് ചെല്ലുമ്പോൾ വീട് വിട്ട് നീ പോകേണ്ടത് വാഴ്സോ എന്ന സ്ഥലത്തിലേക്ക്, വാഴ്സോയിലേക്ക് നീ ഉടനെ പോവുക. അവിടെ നീ ഒരു മഠത്തിൽ പ്രവേശിക്കും. നീ ഉടനെ വീട് വിട്ടു പോരാ. ഈ പ്രാർത്ഥനയുടെ സമയത്താണ് ഈ സ്വർഗീയ സന്ദേശം കർത്താവ് കൊടുക്കുന്നത്. ഉടൻ തന്നെ വീട്ടുകാരെ ഉടനെ പറയാൻ പറ്റത്തില്ല. കാരണം ദൈവം എന്നോട്, കർത്താവ് വിശ്വസിക്കുക എന്നോട് പറഞ്ഞു വീട് വിട്ടു പോവുക, ഉടനെ മഠത്തിൽ പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് അവർക്കിത് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. കാരണം ഇത് തോന്നലാണ്, അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നമാണ് എന്നൊക്കെ അവർ ചിന്തിക്കും. ഇതുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് സ്വന്തം സഹോദരിയോട് ഈ ഫൗസ്റ്റീനാമ്മ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് ദൈവിക ദർശനങ്ങൾ ലഭിക്കുന്നുണ്ട്, കർത്താവിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഈശോ എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്, ഉടൻ തന്നെ നീ ഇവിടം വിട്ടു പോവുക, നീ വാഴ്സോയിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് ധരിച്ചിരുന്ന വേഷത്തിൽ തന്നെ ആ വീട്ടിൽ നിന്ന് യാതൊരു വസ്തുക്കളും എടുക്കാതെ വാഴ്സോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രെയിനിൽ പോവുകയാണ്. ഈ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ഈ സിസ്റ്റർ ട്രെയിനിൽ പോലും യാത്ര ചെയ്യുന്നത്. വാഴ്സോ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ വാഴ്സോയിൽ എന്ന സ്ഥലത്ത് ട്രെയിനിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തങ്ങളുടെ പോകേണ്ട സ്ഥലം അറിയാം. കാരണം അവരെല്ലാവർക്കും ലക്ഷ്യമുണ്ട്, എന്നോട് എവിടെ ഇന്നെടുത്താണ് പോകേണ്ടതെന്ന്. ഇതൊന്നും അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. ആ ട്രെയിനിൽ ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് പകച്ചു നിൽക്കുകയാണ്. എങ്ങോട്ട് പോകണോ, ഒരു വഴി അറിയത്തില്ല, എവിടെയാണെന്ന് അറിയത്തില്ല, മഠം എവിടാണെന്ന് അറിയത്തില്ല, എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. ഭയത്തോടുകൂടി എന്ത് ചെയ്യണം, ആരെ ആശ്രയിക്കണം, എനിക്കാരെയും പരിചയമില്ല. ഈ ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ദൈവമാതാവിനെ വിളിക്കുക. ദൈവമാതാവിനെ വിളിച്ചിട്ട് പറയാം, ഈ അവസ്ഥയിൽ പരിശുദ്ധ അമ്മേ, അമ്മ എന്നെ നയിച്ചാലും അമ്മ എനിക്ക് വഴി കാണിച്ചു തരണമേ. പരിശുദ്ധ അമ്മേ, അമ്മ എന്നെ നയിക്കുക, അമ്മ എന്നെ വഴി കാട്ടുക. പ്രാർത്ഥിക്കുക. ഉടനെ തന്നെ എൻ്റെ അന്തരാത്മാവിൽ നഗരം വിട്ടു പോകണമെന്ന്, അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിനക്ക് രാത്രി ചെലവഴിക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലം നീ കണ്ടെത്തുമെന്നും വിശുദ്ധ ഫൗസ്റ്റീന തന്റെ അന്തരാത്മാവിൽ പരിശുദ്ധ അമ്മയുടെ സ്വരം കേൾക്കുകയാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഈ ഫൗസ്റ്റീനാമ്മ അത് അനുസരിച്ചു. അപ്രകാരം തന്നെ അനുസരിച്ചു. ഈ വിശുദ്ധ എഴുതി വെച്ചിരിക്കുക ഡയറിയിൽ, ദൈവമാതാവ് എന്നോട് പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു. ഹല്ലേലൂയ. ദൈവമാതാവ് പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു. അതുകൊണ്ട് ഇന്ന് ദൈവമാതാവ് നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ, ഇന്ന് ദൈവമാതാവിന്റെ പ്രത്യേക സാന്നിധ്യം നിങ്ങളുടെ ആവശ്യപ്പെടുന്നത് പോലെ, ആദ്യം എന്താ പരിശുദ്ധമ നമ്മോട് ആവശ്യപ്പെട്ടത്? ദൈവവചനത്തിന് വിധേയപ്പെടുക, ദൈവവചനം അനുസരിക്കുക, ദൈവ തിരുഹിതത്തിന്റെ മുമ്പില്, ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ മുമ്പിൽ ഒരു ദാസനായി, ദാസിയുടെ മനോഭാവത്തിലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ ദൈവിക പുണ്യങ്ങൾ അലങ്കരിക്കുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നുണ്ട്. വ്രതവാഗ്ദാന ദിവസം. അതായത് ഈ സിസ്റ്റർ ഫൗസ്റ്റീന വ്രതവാഗ്ദാന സ്വീകരണത്തിന് മുമ്പായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു പരിശുദ്ധ അമ്മയോട്. ഇതിനു വേണ്ടിയിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധി എന്ന പുണ്യം എനിക്ക് വേണം, പരിശുദ്ധ അമ്മ എനിക്കത് വാങ്ങിത്തരണം. എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയോട് ഇത് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. അന്നേരം ഈ വ്രതവാഗ്ദാന ദിവസം ഈ വിശുദ്ധ ഒരു ദർശനം കാണുകയാണ്. വ്രതവാഗ്ദാന ദിവസം ഒരു ദർശനം കാണാൻ, ദർശന സമയത്ത് ഈശോനാഥൻ സ്വർണ്ണ അരക്കച്ച കെട്ടിക്കൊണ്ട്, അത് പരിശുദ്ധ കുർബാനയുടെ സമയത്താ കാണുന്നത്. ഈശോ സ്വർണ്ണ അരക്കച്ച കെട്ടി വെള്ള വസ്ത്രമണിഞ്ഞ ഈശോ ഈ വിശുദ്ധ ഫൗസ്റ്റീനയുടെ അരികിൽ പ്രത്യക്ഷപ്പെട്ട് ഈശോ ഈ വിശുദ്ധിയോട് പറയുകയാണ്, നിന്റെ വിശുദ്ധി കളങ്കപ്പെടാതിരിക്കാൻ എന്റെ നിത്യമായ സ്നേഹം നിനക്ക് തരുന്നു. അതിന്റെ അടയാളമായി വിശുദ്ധിക്കെതിരായ പ്രലോഭനം നിനക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്നിട്ട് ഈശോ എന്ത് ചെയ്തു? തന്റെ അരയിൽ കെട്ടിയിരിക്കുന്ന ഈ സ്വർണ്ണ അരക്കച്ച ഊരി വിശുദ്ധ ഫൗസ്റ്റീനയുടെ അരയിൽ കെട്ടിക്കൊടുത്തു.
ഹല്ലേലൂയ. ഈ വിശുദ്ധ പറയാണ്, പിന്നീട് ഇന്നേ വരെ ഒരിക്കൽ പോലും വിശുദ്ധിക്കെതിരായിട്ടുള്ള ഒരു പ്രലോഭനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, പരിശുദ്ധ അമ്മ വഴി, എൻ്റെ പരിശുദ്ധ അമ്മ വഴി എനിക്ക് അനേകം കൃപകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ കൃപയായിരുന്നു ഈ വിശുദ്ധി എന്ന കൃപ. വിശുദ്ധ പറയുന്ന ഈ വിശുദ്ധി എന്ന കൃപ ഈശോ നൽകിയത് ആര് വഴിയാണ്? ആര് വഴി എന്നാ പറഞ്ഞത്? പരിശുദ്ധ അമ്മ വഴി. പരിശുദ്ധ അമ്മയ്ക്ക് കൃപ തരാൻ സാധിക്കും. പരിശുദ്ധ അമ്മ വഴി എനിക്ക് അനേകം കൃപകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. എനിക്ക് അനേകം കൃപ ലഭിച്ചതിൽ ഏറ്റവും വലിയ കൃപ വിശുദ്ധിയായിരുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ വഴിതെറ്റിക്കുന്ന പിശാചിന്റെ ഉഗ്രമായ പ്രലോഭനങ്ങളിൽ നിന്നും, അവന്റെ കെണികളിൽ നിന്നും, അവന്റെ പദ്ധതികളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ സഹായം നമുക്ക് ആവശ്യമാണ്. വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. വിശുദ്ധി, കാലഘട്ടത്തിന്റെ വിശുദ്ധി എനിക്ക് വേണം. ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധരെ സ്വർഗം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം അത്രമാത്രം തിന്മ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. എല്ലാ മേഖലകളിലും സാത്താൻ അവന്റെ ആധിപത്യം സ്ഥാപിക്കുവാനായിട്ട് നോക്കുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധരെ സ്വർഗമുറ്റു നോക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതരായ അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള അമ്മ വഴി വിശുദ്ധി എന്ന കൃപ ലഭിച്ചിട്ടുള്ള അനേകര് ആണ് വിശുദ്ധരായിട്ട് മാറിയിട്ടുള്ളത്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച വിശുദ്ധിയുടെ ഉന്നതമായ പടവുകൾ വിശുദ്ധരെല്ലാം ചവിട്ടി കയറിയത്. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹം. നമ്മുടെ കേരള സഭയിൽ തന്നെ എല്ലാ വിശുദ്ധരും ജപമാല ചൊല്ലി തന്നെ, എല്ലാ വിശുദ്ധരും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചവരായിരുന്നു. പരിശുദ്ധ അമ്മയോട് പ്രത്യേക മാധ്യസ്ഥവും, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സ്നേഹവും, അമ്മയുടെ നിരന്തരമായ സാന്നിധ്യവും ഇടപെടലുകളും അനുഭവിച്ചവരായിരുന്നു എല്ലാ വിശുദ്ധരും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ജപമാല പ്രാർത്ഥന കുറഞ്ഞുപോയി. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ഒത്തിരി ഭക്തി കുറഞ്ഞുപോയി. മാതാവിനോടുള്ള ഭക്തിയിൽ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ട്. വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞതുപോലെ 2 സ്തംഭങ്ങള്, 2 തൂണുകളാണ്, 2 പില്ലേഴ്സ്. ഒന്ന് പരിശുദ്ധ ദിവ്യകാരുണ്യം, രണ്ടാമത്തത് പരിശുദ്ധ അമ്മയും. പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതവും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയില്ലായ്മയും, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതമല്ല എങ്കിലും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയില്ല എങ്കിലും മുന്നോട്ട് പോകുവാൻ പ്രയാസമാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ആധ്യാത്മികത ജീവിതം നയിക്കുകയും പരിശുദ്ധ അമ്മയോടുള്ള അഗാധമായ ഭക്തി നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ മക്കള് വഴിതെറ്റി പോവുകയില്ല, നിന്റെ കുടുംബം നശിച്ചു പോവുകയില്ല. എത്രമാത്രം പ്രതിസന്ധി ഉണ്ടായാലും അവിടെ ഉയർന്നു നിൽക്കും. ഹല്ലേലൂയ. എത്ര പേര് ഉത്തരീയം ധരിച്ചിട്ടുണ്ട്? എന്ന് കരങ്ങൾ പൊക്കിയേ. ഹല്ലേലൂയ. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ പകുതിയിൽ കൂടുതൽ പേര് ഉത്തരീയം ധരിച്ചിട്ടുണ്ട്. ഫാത്തിമയില് പരിശുദ്ധ അമ്മയുടെ അവസാന പ്രത്യക്ഷീകരണം, ഒക്ടോബർ മാസത്തിലെ പ്രത്യക്ഷീകരണം, ഒക്ടോബർ 13 ഫാത്തിമയില് പരിശുദ്ധ അമ്മയുടെ അവസാന പ്രത്യക്ഷീകരണത്തിൽ അമ്മ കർമ്മല മാതാവിന്റെ വേഷത്തില് പ്രത്യക്ഷപ്പെട്ടത്. ഇടയ കുട്ടികൾക്ക് കർമ്മല വസ്ത്രവും ധരിച്ചുകൊണ്ട് ഉത്തരീയവുമായിട്ടാണ്, ഉണ്ണീശോയും ഉത്തരീയവുമായിട്ടാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഉത്തരീയം ധരിക്കണം, ഉത്തരീയം ധരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. എൻ്റെ ഈ വസ്ത്രത്തിന് വെളിയിൽ ഉത്തരീയം ധരിച്ചിരിക്കുന്നത് കാണുന്നുണ്ടോ? വസ്ത്രത്തിന് വെളിയിൽ തന്നെയാണ് ഉത്തരീയം ധരിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലിലൂടെയാണ്
എനിക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് വരെ 2-3-4 വർഷങ്ങൾക്ക് മുമ്പ് അറിയത്തില്ലായിരുന്നു. ഒത്തിരിയും ഞാൻ കരുതുന്നത് പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഇടുന്ന ഏതോ ഒരു അലങ്കാര വസ്തുവാണ് എന്നാ ധരിച്ചിരുന്നത്. പക്ഷെ സ്വർഗം എനിക്ക് വെളിപ്പെടുത്തി തന്നു, പരിശുദ്ധ അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്നു ഇതിന്റെ മഹത്വവും ഇതിന്റെ പ്രാധാന്യം. മറ്റൊരു വ്യക്തികളുമല്ല എനിക്ക് ഇത് വെളിപ്പെടുത്തി തന്ന് മനസ്സിലാക്കി തന്നത്. പരിശുദ്ധ അമ്മ തന്നെ വെളിപ്പെടുത്തി തന്നതിന് ശേഷമാണ് അമ്മയുടെ പ്രത്യേക നിയോഗത്താൽ ഈ ഉത്തരീയം വസ്ത്രത്തിന് വെളിയിൽ തന്നെ ധരിക്കുവാനായിട്ട് ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് അഭിമാനത്തോടുകൂടി പറയുകയാണ്, ഈ ഉത്തരീയം ധരിച്ചതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വർഗീയമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ണൂരാണെന്ന് ബഹുമാനപ്പെട്ട ബെനീച്ചൻ ആദ്യം പറഞ്ഞിരുന്നു. ദൈവകരുണയുടെ ഒരു മിഷണറിയാണ്, ദൈവകരുണയുടെ ഒരു ഇന്റർനാഷണൽ മിനിസ്ട്രിയാണ് ദിബീന മിസരിക്കോർദിയ ഇന്റർനാഷണൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. കേരളത്തിലെ 3 റീത്തിലെ അഭിവന്യ പിതാക്കന്മാരുടെ കീഴിലുള്ള മിനിസ്ട്രിയാണ്. ഞാൻ കണ്ണൂര് ഒരു ദേവാലയത്തിൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത്, ഏതാനും ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനിപ്പിക്കുന്ന സമയത്ത്, ആ പള്ളിയിൽ ഉച്ച സമയത്ത് ഇതേപോലുള്ള സമയത്ത് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. വൈകുന്നേരമാണ് ധ്യാനം. പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അപ്പച്ചൻ പള്ളിക്കകത്തിരുന്ന് ഏകാന്തമായിട്ടിരുന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ വസ്ത്രത്തിന് പുറത്ത് എന്തുണ്ട്? ഉത്തരീയമുണ്ട്. ഇത് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ എന്നെ കൈ കാണിച്ചു. ഞാനും ദേവാലയത്തിന് പുറത്തിറങ്ങി സംസാരിച്ചു. അദ്ദേഹത്തിന് അത്ഭുതമായിട്ട് ഉത്തരീയം വസ്ത്രത്തിന്റെ വെളിയിൽ ധരിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഉത്തരീയ പ്രചാരകനായിരുന്ന ഒരു വ്യക്തി, ഒരു ഗവൺമെന്റ് റിട്ടയർഡ് ഡോക്ടറാണ്. ഹല്ലേലൂയ. റിട്ടയർഡ് ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ വൈഫും ഡോക്ടറാണ്, 2 പേരും ഡോക്ടേഴ്സാണ്. ആ ദേവാലയത്തിന് അടുത്ത് തന്നെയാണ് അവരുടെ വീട്. ഉത്തരീയത്തെ കുറിച്ചുള്ള പുസ്തകം എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അഭിവന്യ പിതാക്കന്മാരുടെ ആശംസകളൊക്കെ ആയിട്ട് അദ്ദേഹം എന്നെ കണ്ട ആ മാത്രയിൽ തന്നെ എനിക്ക് എന്നെക്കുറിച്ച് യാതൊരു പരിചയമില്ല, ഒന്നും അറിയത്തില്ല. കാരണം ആ വൈകുന്നേരത്തെ ധ്യാനത്തിന് അദ്ദേഹം പങ്കെടുക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ആസ്മ ഉള്ളത് കൊണ്ട് പുറത്തിട്ട് സന്ധ്യയായി കഴിഞ്ഞാൽ അദ്ദേഹം പുറത്തിറങ്ങില്ല. ഭവനത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൽ അദ്ദേഹം ഒന്നും അറിയാത്ത എന്നോട് പറയുകയാണ്, നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി കുറച്ച് സ്ഥലം ഞാൻ സമ്മാനമായിട്ട് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് താമസിക്കാൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോട്ടേഴ്സ് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2 മാസങ്ങൾക്ക് ശേഷം അവിടെ ഞാൻ കണ്ണൂരിലേക്ക് ചെല്ലുവാനായിട്ടും ആ ഭവനത്തിൽ അവിടെ താമസിക്കാനായിട്ടും സാധിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ള അദ്ദേഹം തന്നെ ഒരിക്കൽ പോലും ആവശ്യപ്പെട്ടിട്ടില്ല. ദൈവകരുണയുടെ ശുശ്രൂഷയ്ക്കായിട്ട് 52 സെന്റ് സ്ഥലം അദ്ദേഹം സൗജന്യമായിട്ട് എഴുതി തന്നു. ഇതാ പരിശുദ്ധ അമ്മ നടത്തുന്ന അത്ഭുതത്തിന്റെ വഴി. ഹല്ലേലൂയ. ഉത്തരീയമാണ് കണക്ട് ചെയ്തത്, ബന്ധിപ്പിച്ചത്. ഈ ഉത്തരീയം കണ്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും പരിചയപ്പെടുകയോ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തി എന്ന രീതിയിൽ ചിന്തിച്ച് തിരിച്ചു പോകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മക്കളെ കാണുമ്പോൾ തിരിച്ചറിഞ്ഞു. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് വിശ്വാസ സാക്ഷ്യങ്ങളില്ല. ഇന്ന് മക്കൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ, തിന്മയിൽ വീണു പോകുന്നെങ്കിൽ, പിശാചിന്റെ കണികളിലേക്ക് അകപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഇന്ന് കുടുംബ പ്രാർത്ഥനയുണ്ടോ, ദൈവാരാധനയുണ്ടോ, ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുകയാണോ, ജപമാല പ്രാർത്ഥനകളുണ്ടോ, കുടുംബത്തില് ഉത്തരീയം ധരിച്ചിട്ടുണ്ടോ, മാതാവിനോടുള്ള അഗാധമായ ഭക്തിയുണ്ടോ? അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള അഗാധ ഭക്തിയിലേക്ക് കടന്നു വരുന്ന എല്ലാ കുടുംബങ്ങളും നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, അതുപോലെ വിശുദ്ധ ഫൗസ്റ്റീനായിട്ട് ഈശോ ഒരിക്കൽ പറയുകയാണ്, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോ തന്നെ പറയുകയാണ്, എൻ്റെ അമ്മയുടെയും വിശുദ്ധരുടെയും സഹായം തേടുക. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ അമ്മയുടെയും വിശുദ്ധരുടെയും സഹായം തേടുക, അവർ നിന്നെ സഹായിക്കും. അതുകൊണ്ട് പ്രലോഭനങ്ങളുമായിട്ടും തീരാത്ത പ്രശ്നങ്ങളുമായിട്ടും പ്രതിസന്ധികളുമായിട്ടുമാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ ഈ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള സഹായം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മള്
ഈ ഉത്തിരീയത്തെക്കുറിച്ചുള്ള ഒരു വാഗ്ദാനം അവിടെ പറയുകയാണ്. ഉത്തിരീയത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് നൽകിയ വാഗ്ദാനം, ഉത്തരീയം ധരിക്കുന്ന ഒരാത്മാവ് പോലും നിത്യനരകാഗ്നിയിൽ പതിക്കുകയില്ല. ഉത്തരീയം ധരിച്ചിരിക്കുന്ന ഒരാത്മാവും നിത്യനരകാഗ്നിയിൽ പതിക്കുകയില്ല. അതുകൊണ്ട് ഉത്തരീയം ധരിച്ച മാത്രമല്ല, വിശുദ്ധിയോടുകൂടി ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവമാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ മാധ്യസ്ഥം സഹായം തേടിക്കൊണ്ട് ആ അമ്മയിലുള്ള ആത്മീയ പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക കൂടി ചെയ്യണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഇന്ന് പ്രത്യേകമായിട്ടും പരിശുദ്ധ അമ്മയുടെ ഒരു പുണ്യത്തെക്കുറിച്ച് കൂടി നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീന എഴുതി വെച്ചിരിക്കുകയാണ് തന്റെ ഡയറിയിൽ 1414 ഖണ്ഡികയില്, ഇന്ന് പരിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിന് മുമ്പായി പരിശുദ്ധ അമ്മയെ വർണ്ണനകൾക്കും അതീതമായി ഞാൻ കണ്ടു. എന്റെ നേരെ പ്രത്യേകമായി നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ എന്നോട് പറഞ്ഞു, എന്റെ മകളെ, ദൈവനിർദ്ദേശപ്രകാരം പ്രത്യേകമായും അനന്യസാധാരണമായി ഞാൻ നിന്റെ അമ്മയായിരിക്കുകയാണ്. അതിനാൽ വളരെ പ്രത്യേകമായി നീ എൻ്റെ കുഞ്ഞായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മ എന്താ പറഞ്ഞത്? ഞാൻ നിന്റെ അമ്മയാണ്, ദൈവനിർദ്ദേശപ്രകാരം, പക്ഷെ നീ എൻ്റെ കുഞ്ഞ്. ഒരിക്കൽ ഈശോയും അത് വിശുദ്ധയോട് പറയുന്നുണ്ട്. കുഞ്ഞായ ഉണ്ണീശോയായിട്ട് ഈശോ വിശുദ്ധയെടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ നിന്നെ ആത്മീയ ശിശുത്വം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞിന്റെ നൈർമല്യവും വിശുദ്ധിയും നിനക്കുണ്ടായിരിക്കണമെന്ന് മനസ്സിലാക്കി തരാനും പഠിപ്പിക്കാനാണ്. നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ സംസാരിക്കുന്നത്? കുഞ്ഞുങ്ങളോട് അമ്മ എങ്ങനെയാ സംസാരിക്കുന്നത്? വലിയ ഫോർമാലിറ്റിയിലാണോ സംസാരിക്കുന്നത്? അല്ല, ലളിതമായ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയും, ചിലപ്പോൾ ഭാഷ പോലും വേണ്ട, സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ അവിടെ നടക്കുന്നത്. പരിശുദ്ധ അമ്മ നമ്മോട് നീ എന്റെ കുഞ്ഞായിരിക്കണമെന്ന് പറയുമ്പോൾ, അമ്മയുടെ കരവലയത്തിനുള്ളിലായിരിക്കട്ടെ നിന്റെ ആത്മീയ ജീവിതം, അമ്മയുടെ ജപമാലയുടെ സംരക്ഷണത്തിലായിരിക്കട്ടെ നിന്റെ കുടുംബം, അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥത്തിലും സഹായത്തിലുമായിരിക്കട്ടെ നിന്റെ ആത്മീയ ജീവിതം നയിക്കപ്പെടേണ്ടത്. പരിശുദ്ധ അമ്മയുടെ ഒരു കുഞ്ഞായിരിക്കണം. ഈ ഒരു മനോഭാവം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ ചെറിയ പ്രായത്തിൽ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചു. പിന്നീട് പിതാവിന്റെ അമ്മ പരിശുദ്ധ അമ്മയായിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയായിരുന്നു സ്വന്തം അമ്മ. പരിശുദ്ധ അമ്മ നടത്തിയ വഴികളിലൂടെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജീവിതത്തിന്റെ അവസാനം വരെ നയിക്കപ്പെട്ടിരുന്നത്. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റ സംഭവം നമുക്കറിയാം അല്ലേ? വെടിയേറ്റ സംഭവ സമയത്ത് അത്ഭുതകരമായി രക്ഷപ്പെടുന്നതും അദ്ദേഹത്തെ ആസ്പത്രിയിലേക്ക് പോകുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നൊരു വാചകമുണ്ട്, എന്റെ കഴുത്തിലുള്ള ഉത്തരീയം മാത്രം മാറ്റരുത്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പം എല്ലാം മാറ്റും സാധാരണഗതിയിൽ, പക്ഷേ എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ ഉത്തരീയം മാത്രം എടുത്തു മാറ്റരുത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന്റെ ഉള്ളിലായിരുന്നു വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ജീവിച്ചത്. അതുകൊണ്ടാണ് മാർപ്പാപ്പ അതിനുശേഷം തന്റെ ആപ്തവാക്യമായിട്ട് എടുത്തത്, ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും നിന്റേതാകുന്നു. ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാകുന്നു. അതുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും നമ്മൾ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ അമ്മ നമ്മളെ നടത്തും. വിമല ഹൃദയത്തിന് മിസ്റ്റർ ലൂയിസ് ഡി മോൺഫോർട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയെ കുറിച്ച് പറയുമ്പോൾ അത് തന്നെയാണ്. മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഒരാത്മാവിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്, സുരക്ഷിതമായി നയിക്കുന്നത് ആര്? പരിശുദ്ധ അമ്മ തന്നെയാണ്. ദൈവദാസനായ സ്റ്റെഫാനോ ഗോപി, ഇറ്റാലിയൻ പുരോഹിതൻ സ്റ്റെഫാനോ ഗോപി, അദ്ദേഹത്തിന് ഏകദേശം 600-ലധികം സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ നൽകിയിരുന്നു. അദ്ദേഹത്തെ ഈ അടുത്ത കാലത്ത് ദൈവദാസ പദവിയിലേക്ക് ഉയർത്തിയത് ഇറ്റാലിയൻ പുരോഹിതനായിരുന്നു സ്റ്റെഫാനോ ഗോപി.
അച്ഛനിലൂടെ സന്ദേശം നൽകിയ പരിശുദ്ധ അമ്മ പറയുന്നൊരു സന്ദേശമുണ്ട്. ഈ കാലഘട്ട പാപത്തിന്റെ ചുഴിയിൽ അകപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ സുരക്ഷിതമായ അഭയ സങ്കേതമാണ് എൻ്റെ വിമല ഹൃദയം. ഈ കാലഘട്ടത്തിലെ നോഹയുടെ പേടകമാണ് എൻ്റെ വിമല ഹൃദയം. നോഹയുടെ പേടകത്തിൽ ഉള്ളതെല്ലാം രക്ഷപ്പെട്ടു, സുരക്ഷിതമായി രക്ഷയിലേക്ക് നയിച്ചു. ഈ കാലഘട്ടത്തിലേക്ക് നമ്മളെ സുരക്ഷിതമായി നയിക്കുന്ന അഭയ സങ്കേതമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. അതുകൊണ്ട് മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഒരാത്മാവിന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നയിക്കുന്നത് അത് പരിശുദ്ധ അമ്മ തന്നെയാണ്. നിന്റെ ഇഷ്ടങ്ങളെല്ലാം അവസാനിപ്പിച്ചു അവളുടെ ഇഷ്ടത്തിനായിട്ട് നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ അമ്മ സ്വർഗീയ പിതാവിന്റെ തിരുവിഷ്ടം നമ്മളെ നിറവേറ്റുവാനായിട്ട് ആ അമ്മ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മള് കുഞ്ഞിന്റെ ആധ്യാത്മികത നമുക്കുണ്ടാകണം. പരിശുദ്ധ അമ്മയോട് നമ്മൾ സംസാരിക്കണം. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഓടിച്ചെല്ലണം ഒരു കുഞ്ഞിന്റെ മനോഭാവത്തോടു കൂടി. വീണ്ടും പരിശുദ്ധ അമ്മ പറയുന്ന സന്ദേശമുണ്ട്. ഈ കുഞ്ഞിന്റെ മനോഭാവത്തോടു കൂടി നീ വരണമെന്ന് പറഞ്ഞിട്ട് അമ്മ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മകളെ, എനിക്ക് വളരെ പ്രിയപ്പെട്ടതും ദൈവത്തിന് പ്രീതികരമായ 3 പുണ്യങ്ങൾ നീ പരിശീലിക്കണമെന്നാണ് ഞാൻ അഭിലഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മ പറയാണ്, നീ പ്രത്യേകമായി 3 പുണ്യം നമ്മോട് ഓരോരുത്തരോടും ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ കരവലയത്തിലായിരിക്കുന്ന, പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ സാന്നിധ്യത്തിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്ന, വിശുദ്ധ ഫൗസ്റ്റീന വഴി ആവശ്യപ്പെടുന്ന 3 പുണ്യങ്ങൾ അമ്മ പറയുകയാണ്. ഒന്നാമതായി എളിമ, വീണ്ടും എളിമ. ഒന്നാമത്തെ പുണ്യം എളിമയെ കുറിച്ച് അമ്മ പറയുന്നത് എളിമ, വീണ്ടും എളിമ. അതായത് അത്യഗാധമായ എളിമയുള്ള വ്യക്തിയായിരിക്കണം നീ. ഹല്ലേലൂയ. രണ്ടാമത്തെ പുണ്യം വിശുദ്ധി. രണ്ടാമത്തെ പുണ്യം വിശുദ്ധിയുള്ളവളായിരിക്കണം, വിശുദ്ധിയുള്ളവനായിരിക്കണം നീ. മൂന്നാമത്തെ പുണ്യം ദൈവസ്നേഹം, അഗാധമായ ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിലായിരിക്കണം നീ. വിശുദ്ധരെല്ലാം ഈ ആത്മീയ അനുഭവത്തിലായിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യയെ കുറിച്ച് പറയുന്നത്, വിശുദ്ധ കൊച്ചുത്രേസ്യ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ അത് പ്രാർത്ഥന അവൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത വണ്ണം അവൾ ആത്മീയ പാരവശ്യത്തിലേക്ക്, പിതാവിന്റെ മടിയിലേക്ക് ചേർന്നിരിക്കുന്ന ഒരു കുഞ്ഞായിട്ട് മാറുന്ന സ്വർഗീയ അനുഭവത്തിലായിരിക്കും അവള്. ഹല്ലേലൂയ. നമ്മൾ എത്രയോ തവണ സ്വർഗീയ അപ്പ എന്ന് വിളിക്കുന്നുണ്ട്, സ്വർഗീയ പിതാവ്. ഈ അനുഭവം നമുക്കുണ്ടാകുന്നുണ്ടോ? സ്വർഗീയ അപ്പന്റെ മടിയിലിരിക്കുന്ന ഒരു കുഞ്ഞാണെന്നുള്ള ബോധ്യത്തിൽ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിന്റെ ആഴമേറിയ അനുഭവം നമുക്കുണ്ടാകും. ഇതാ പരിശുദ്ധമ്മ പറയുന്നത്. ഈ 3 കാര്യങ്ങൾ നീ പരിശീലിക്കുക. എളിമ, അത്യഗാധമായ എളിമ. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എളിമയെ കുറിച്ച് പറയുന്നതെന്നറിയാം? ഒരിക്കൽ വിശുദ്ധ പൗലോസിനായോട് ഈശോ തന്നെ പറയുന്നുണ്ട്, നിന്റെ അഗാധമായ എളിമയാണ് എന്നെ സ്വർഗസിംഹാസനം വിട്ട് താഴേക്ക് എന്നെ ഇറക്കിക്കൊണ്ടുവരുന്നത്. ആലോചിച്ചോക്കെ, എളിമയുള്ളവരിലേക്ക് സ്വർഗസിംഹാസനം വിട്ട് ദൈവം ഇറങ്ങി വരും. വിശുദ്ധ അന്തോനീസ് ജപമാല ഭക്തനായിരുന്നു, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന ജീവിതമായിരുന്നു. വിശുദ്ധ അന്തോനീസിന്റെ അടുത്തേക്ക് ഈശോ സ്വർഗമഹത്വം വിട്ടൊരു കുഞ്ഞായി ഉണ്ണീശോ ആയിട്ട് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലും ഇങ്ങനെ വിശുദ്ധരുടെ അനേകം വിശുദ്ധരുടെ ജീവിതം കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മള് ദൈവസ്നേഹവും വിശുദ്ധിയും എളിമയുമുള്ളവരായിരിക്കും. അത് പ്രത്യേകമായിട്ടും എളിമയെക്കുറിച്ച് 3 തവണ എളിമ, വീണ്ടും എളിമ എന്ന് പറയുമ്പോൾ അത്യഗാധമായ എളിമ നമുക്കുണ്ടാകുവാനായിട്ട് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മളെ സഹായിക്കും.
പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കാൽവരി കുരിശിന്റെ ചുവട്ടിൽ വെച്ച് ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് സകല മനുഷ്യരെയും പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഈശോനാഥൻ നമ്മൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തരികയാണ്. യോഹന്നാനോടൊപ്പം പിന്നീട് ജീവിച്ച ഈ പരിശുദ്ധ അമ്മ വെളിപാടിന്റെ രഹസ്യങ്ങൾ അവന് തുറന്നു കൊടുക്കത്തക്ക വിധത്തിൽ അത്രമാത്രം ദൈവിക അഭിഷേകം അവന് നിറയുവാൻ കാരണമായെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ ഉന്നതമായ കൃപ സ്വീകരിക്കുവാൻ സകല കൃപകളുടെയും കൃപാവരങ്ങളുടെയും മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയെ നീ കൂട്ടുപിടിക്കണം. നിന്റെ ആത്മീയ ജീവിതത്തിൽ ഉന്നതമായ കൃപാവരങ്ങളെ നിറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥവും സഹായവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഈശോ വിശുദ്ധ ഫൗസ്റ്റീന വഴി പറയുന്ന ഒരു കാര്യമുണ്ട്. 625 കണ്ണികയിൽ പരിശുദ്ധ അമ്മ പറയും, നിന്റെ ജീവിതം എന്റേതുപോലെയാകണം, അത് ഒളിക്കപ്പെട്ടതും ശാന്തവുമാകണം. മനുഷ്യകുലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കുന്ന ജീവിതം, അതാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മോട് ആവശ്യം മനുഷ്യകുലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ജീവിതമായിരിക്കണം നിന്റേത്. നിന്റെ ജീവിതം എൻ്റെ ജീവിതം പോലെയാകണം, അത് ശാന്തവും ഒളിക്കപ്പെട്ടതുമാണ്. അത് അനസ്യൂതമായ ദൈവൈക്യത്തിൽ മനുഷ്യകുലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ദ്വിതീയ ആഗമനത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കുന്ന ജീവിതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തെ തേടി പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തെവിടെയെല്ലാം അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ, അമ്മ രക്തക്കണ്ണുനീരൊഴുക്കി അമ്മ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ, അവിടെയെല്ലാം അമ്മ വെളിപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിന്റെയും പരിഹാരത്തിന്റെയും വഴികളിലൂടെ മാത്രമേ സ്വർഗത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കൂ. അതാണ് നമ്മുടെ വഴികൾ. പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്ന വഴികൾ അത് തന്നെയാണ്. പരിശുദ്ധ അമ്മ മെഡ്ജിഗോറിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മ തന്നെ വെളിപ്പെടുത്തി, ഞാൻ സമാധാനത്തിന്റെ രാജ്ഞിയാണെന്നാണ്. അതുകൊണ്ട് ഈ സമാധാന രാജ്ഞിയെ നമുക്ക് കൂട്ടുപിടിക്കാം. അസമാധാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ, എവിടെയും തിന്മ നിറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ, ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥമായ ക്രിസ്തുവിന്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ, യഥാർത്ഥമായ ദൈവിക സമാധാനം എല്ലാ കുടുംബങ്ങളിലും നിറയുവാൻ സമാധാന രാജ്ഞിയായ പരിശുദ്ധ അമ്മയെ നമ്മുടെ കുടുംബത്തിന്റെ രാജ്ഞിയായി പ്രതിഷ്ഠിക്കുക. ഹല്ലേലൂയ. നമുക്കൊരിക്കലും എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അമ്മ പ്രത്യേകമായിട്ട് വിശുദ്ധ ഫൗസ്റ്റീന വഴി അരുളി ചെയ്യുകയാണ്, ഞാൻ സ്വർഗീയ രാജ്ഞി മാത്രമല്ല, ഞാൻ പ്രത്യേകമായി കരുണയുടെ മാതാവ് നിന്റെ അമ്മയും കൂടിയാണ്. ഞാൻ സ്വർഗരാജ്ഞി മാത്രമല്ല, ഞാൻ സ്വർഗത്തിന്റെ രാജ്ഞി മാത്രമല്ല, ഞാൻ കരുണയുള്ള മാതാവ് നിന്റെ അമ്മയും കൂടിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ അത്യഗാധമായ കരുണ നമ്മിലേക്ക് ഒഴുകി വരുവാൻ ഈ പരിശുദ്ധ അമ്മ ദൈവ കരുണയുടെ മാതാവായി, കൃപയുടെ മാതാവായി ഇന്ന് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഈ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്, ഓ പരിശുദ്ധ അമ്മേ, ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്. നമുക്ക് നേറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ അമ്മേ, ദൈവ മാതാവേ, ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാകുന്നു. ഓ പരിശുദ്ധ അമ്മേ, ദൈവ കരുണയുടെ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞാൻ പൂർണ്ണമായും എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ജീവിതം ഈശോയിൽ നിറഞ്ഞു നിൽക്കുവാനും ഈശോയോട് അനുരൂപപ്പെടുവാനും പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കണമേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.